എന്താണ് ഇന്ത്യക്ക് മാലദ്വീപ്? പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ ബന്ധം, നൂറ്റാണ്ടുകളുടെ സാംസ്കാരിക ബന്ധം, സഹസ്രാബ്ദങ്ങളായുള്ള ഭൂമിശാസ്ത്ര ബന്ധം, ചരിത്രപരമായി ഒരു പൊക്കിൾക്കൊടി ബന്ധം എന്ന് വിളിക്കാം. ആ ബന്ധം കുറിച്ചറിയാൻ എന്തുകൊണ്ട് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു തീരുമാനിച്ചു? ചരിത്രത്തിലേക്കും വസ്തുതകളിലേക്കുമുള്ള വെർച്വൽ യാത്ര നമ്മളിവിടെ ആരംഭിക്കുകയാണ്. മുഹമ്മദ് മുയ്സു 2023 നവംബർ 17 മാലദ്വീപിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റത്. 45 വയസ്സ് മാത്രമാണ് പ്രായം. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ബിരുദം, ലീഡ്സിൽ നിന്ന് ഡോക്ടറേറ്റ്. ചുമതലയേറ്റ ശേഷം ആദ്യം ഇന്ത്യ സന്ദർശിക്കുന്നതായിരുന്നു അവിടെ പ്രസിഡന്റുമാരുടെ പതിവ്. ആ പതിവ് നിർത്തി മുഹമ്മദ് മുയ്സു ഇത്തവണ പോയത് തുർക്കിയിലേക്കാണ്. പിന്നത്തെ യാത്ര പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ ആജന്മ ശത്രുവായ ചൈനയിലേക്കും. ഈ പ്രകോപനങ്ങൾക്കിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിക്കാൻ ആഹ്വാനം ചെയ്ത് എക്സിൽ പോസ്റ്റിട്ടത്. അതിനോട് 3 മാലദ്വീപ് മന്ത്രിമാർ മോശമായി പ്രതികരിച്ചു. ലോകമെങ്ങും അത് വലിയ വാർത്തയായി. 3 മന്ത്രിമാരെ മാറ്റി നിർത്തുന്നതായി പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു പ്രഖ്യാപിച്ചതോടെ സമവായമായി എന്നായിരുന്നു എല്ലാവരും കരുതിയത്. അത് പറഞ്ഞ് നാവ് വായിലിടും മുൻപ് ആൾ മറ്റൊന്നുകൂടി പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ സൈന്യത്തെ മാലദ്വീപിൽ നിന്ന് പൂർണ്ണമായും പിൻവലിക്കണം. ആദ്യം നോക്കാം ആരോടാണ് ഈ ഇറങ്ങിപ്പോകാൻ പറയുന്നത് എന്ന്. ഇന്ത്യ മാലദ്വീപിൽ യുദ്ധം ചെയ്യാൻ പോയതല്ല എന്നാണ് ആദ്യത്തെ ഉത്തരം. അവിടെ ആകെയുള്ളത് ഇന്ത്യയുടെ 88 സൈനികരാണ്. പിന്നെ 2 ഹെലികോപ്റ്റർ, ഒരു ഡോണിയർ. ഇത് എടുത്തുമാറ്റാനാണ് മാലദ്വീപ് പ്രസിഡന്റ് പറയുന്നത്. അപ്പോൾ ശരിക്കും നഷ്ടമാർക്കാണ്? മാലദ്വീപിലെ ജനതയ്ക്ക് തന്നെയാണ് എന്നാണ് ഇന്ത്യ നൽകുന്ന മറുപടി. വിദൂര ദ്വീപുകളിൽ നിന്ന് രോഗികളെ കൊണ്ടുവരാൻ ഇന്ത്യ ഒരുക്കി നൽകിയ സൗകര്യമാണ് ഹെലികോപ്റ്ററുകൾ. കൂടാതെ മാലദ്വീപിലെ സൈനികർക്ക് പരിശീലനവും നൽകിയിരുന്നത് ഈ സംവിധാനം ഉപയോഗിച്ചാണ്. അപ്പോൾ അവർ വിളിച്ചു വരുത്തി നിർത്തിയ സൈന്യമാണ്, അല്ലാതെ പടവെട്ടിപ്പിടിച്ച ഭൂമിയിലല്ല ഇന്ത്യ നിന്നത് എന്നർത്ഥം. വേറെയുമുണ്ട് പ്രശ്നങ്ങൾ. 1988 പട്ടാളം മാലദ്വീപിൽ അട്ടിമറിക്കുരുങ്ങിയപ്പോൾ പറന്നെത്തി അത് നിഷ്പ്രഭമാക്കിയത് ഇന്ത്യയാണ്. 2004 സുനാമിയിൽ തകർന്ന് നാശമായപ്പോൾ സഹായവുമായി പാഞ്ഞെത്തിയതും ഇന്ത്യയാണ്. 2020 കോവിഡിൽ ഇന്ത്യ നിർമ്മിച്ച വാക്സിൻ ഇന്ത്യയുടെ ജനതയ്ക്കൊപ്പം ആദ്യഘട്ടത്തിൽ തന്നെ മാലദ്വീപ് ജനതയ്ക്കും കിട്ടി. ഈ കഴിഞ്ഞ മാസങ്ങളിൽ ശുദ്ധജലമില്ലാതെ വലഞ്ഞപ്പോൾ കപ്പലിൽ വെള്ളം എത്തിച്ചു നൽകിയതും ഇന്ത്യയാണ്. സ്മരണ വേണമെന്ന് രാഷ്ട്രങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഭരണം മാറുമ്പോൾ നയങ്ങളും മാറും. ഇന്ത്യ പണിതുകൊടുത്ത ഇന്ദിരാഗാന്ധി സ്മാരക ആശുപത്രിയാണ് രാജ്യത്തെ ചികിത്സയുടെ അവസാന ഇടം. ഇത് ആരോഗ്യരംഗത്താണെങ്കിൽ സുരക്ഷയിലേക്ക് തന്നെ വരാം. ദ നാഷണൽ കോളേജ് ഓഫ് പോലീസിംഗ് ആൻഡ് ലോ എൻഫോഴ്സ്മെന്റ് എന്ന മാലദ്വീപിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ് പണിതു നൽകിയത്. സമീപകാലത്ത് പൂർത്തിയാക്കിയ ഇതാണ് മാലദ്വീപിലെ പോലീസ് അക്കാദമി. ആ വലിയ കെട്ടിടത്തിലെമ്പാടും ദുരൂഹതകളുണ്ടെന്ന് ആരോപിച്ചാണ് മാലദ്വീപിൽ പ്രതിപക്ഷം കളം പിടിച്ചത്. ഇന്ത്യയുടെ റോ ഉദ്യോഗസ്ഥർ താവളമാക്കിയെന്ന പ്രചാരണത്തിന്റെ ഓളത്തിലാണ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു അധികാരത്തിലെത്തിയത്. കുഴപ്പം ഇതിൽ മാത്രമല്ല. ഉത്തുരുത്തില്ല ഫാൽഹു ദ്വീപിൽ ഇന്ത്യ തുറമുഖം നിർമ്മിക്കുന്നുണ്ടായിരുന്നു. ആ തുറമുഖം മാലദ്വീപിനെ ഇന്ത്യയുടെ അടിമയാക്കും എന്ന പ്രചാരണം കൂടിയാണ് പ്രസിഡന്റിനെ അധികാരത്തിലെത്തിച്ചത്. അതിനുള്ള നന്ദി പ്രകടനമാണ് പ്രസിഡന്റ് ഇപ്പോൾ നടത്തുന്നത്. ഇന്ത്യയുടെ സഹായം ആവോളം വാങ്ങുമ്പോഴും ചൈന സമാന്തരമായി പാലമിടുന്നുണ്ടായിരുന്നു മാലദ്വീപിലേക്ക്. ശ്രീലങ്കയ്ക്ക് നൽകിയതുപോലെ സഹസ്ര കോടികളുടെ വായ്പയാണ് വാഗ്ദാനം ചെയ്തത്. ആ വഴിയിലേക്കാണ് പുതിയ പ്രസിഡന്റ് മാലദ്വീപിനെ കൊണ്ടുപോകുന്നത്. ഇന്ത്യയുടെ തെക്ക് ശ്രീലങ്കയിലും മാലദ്വീപിലും നങ്കൂരമിടാൻ ഒരുങ്ങുന്ന ചൈനയാണ് ഇവിടെ അണിയറയിൽ തെളിഞ്ഞു വരുന്നത്. മുറിച്ചെറിയാൻ ഒരുങ്ങുന്നത് ഭാഷ കൊണ്ട് കോർത്തിണക്കിയ ഒരു ബന്ധത്തെയാണ്. മലയാളവും തമിഴും തെലുങ്കും കന്നഡയും പോലെ പാലിയിൽ നിന്നും സംസ്കൃതത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ് മാലദ്വീപിന്റെ ഭാഷയായ ധിവേഹി. ഹിന്ദുസ്ഥാനിയാണ് അവിടെ സംഗീത അടിത്തറ. ഹിന്ദി സിനിമകളാണ് ജനതയുടെ വിനോദ വിസ്മയങ്ങൾ. മരുന്നിന് മാത്രമല്ല, പഠിക്കാനും ജോലിക്കും ഇന്ത്യയാണ് ആശ്രയം. ദ്വീപിലെത്തുന്ന ഏറ്റവും കൂടുതൽ സഞ്ചാരികളും ഇന്ത്യയിൽ നിന്നാണ്. എത്ര തീവ്രമായി വിചാരിച്ചാലും മാലദ്വീപിന് മുറിച്ചെറിയാൻ കഴിയുന്നതല്ല കോർത്തിണക്കപ്പെട്ട ഈ സാംസ്കാരിക ബന്ധം. അത് മുറിച്ച് മാലദ്വീപ് നീങ്ങിയാലോ പിന്നെ ഒട്ടും ശാന്തമായിരിക്കില്ല ഇന്ത്യൻ മഹാസമുദ്രവും ഈ അറബിക്കടൽ.